ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നൊരു കൺസെപ്റ്റാണ്. ദിസ് സിസ്റ്റം highlights about how expenditure, quantity, demand, price, income, etc. are connected. അതായത് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പ്രൈസ് അതുപോലെ ക്വാണ്ടിറ്റി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് സാധാരണ നമ്മൾ എക്സ്പെൻഡിച്ചർ കാണുന്നത്. ഹൗ ദിസ് എക്സ്പെൻഡിച്ചർ ഈസ് കണക്റ്റഡ് വിത്ത് income and price of commodity, and this system highlights that there is a linear relation between expenditure, income and price of the commodity. Linear എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രേറ്റ് റിലേഷൻ ആയിരിക്കും, 1-to-1 കറസ്പോണ്ടൻസ് ആയിട്ടായിരിക്കും ആ ഒരു റിലേഷൻ വർക്കൗട്ട് ചെയ്യുന്നത്. Then this linear expenditure system is also incorporate so many aspects because demand and expenditure is realized from the utility maximization problem of the consumer. So consumer has an objective to maximize his utility subject to the budget constraint. നമ്മൾ സാധാരണ ട്രഡീഷണൽ യൂട്ടിലിറ്റി തിയറിക്ക് ഒരു എംപിരിക്കൽ എസ്റ്റിമേഷൻ നൽകി എന്നുള്ളതാണ്, ഒരു മാത്തമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് എംപിരിക്കലി വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു മോഡൽ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ എ യൂട്ടിലിറ്റി ഫങ്ഷൻ. ദറ്റ് ഫങ്ഷൻ ഈസ് നോൺ ആസ് ക്ലെയിൻ റോബിൻ ഓർ സ്റ്റോണിക്കിയർ യൂട്ടിലിറ്റി ഫങ്ഷൻ. ഇതിൽ നമ്മളൊരു യൂട്ടിലിറ്റി ഫങ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ അറിയപ്പെടുന്നത് ക്ലെയിൻ റോബിൻ utility function or Stone-Geary utility function എന്നുള്ള രീതിയിലാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഫങ്ഷൻ അറിയുന്നത്. Then a person he always arrange his income for the purchase of so many commodities. Then commodities are on the base of his priority. Commodities are classified in different types. ഇതിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള കമോഡിറ്റീസായിട്ട് കമോഡിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് കമോഡിറ്റീസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ വെരി എസെൻഷ്യൽ നെസസറി ആസ്പെക്ട്സ്, അതായത് വളരെ നമ്മുടെ സബ്സ്റ്റൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന ഒരു പണം, അതായത് അത് നമ്മൾ വളരെ അസെൻഷ്യലായിട്ടുള്ള കമോഡിറ്റീസ് പർച്ചേസ് ചെയ്യുന്നതിന്, ഫോർ എക്സാമ്പിൾ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് എക്സെട്ര, വളരെ എസെൻഷ്യലായിട്ടുള്ള നെസസറി ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ഇൻകം വി ആർ അലോക്കേറ്റഡ് ഫോർ. ദെൻ സച്ച് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റി എന്ന് പറയും. ഈ ഒരു മോഡലിൽ നമ്മൾ സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റീനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗാമ ഐ എന്നാണ്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിട്ടാണ്. അതായത് ഇവിടെ അവർ അലോക്കേറ്റ് ചെയ്യും. ഗ്രേറ്റർ ദാൻ 0 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അവിടെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി നിലനിൽക്കുന്നുണ്ട്. 0 എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നേ ഇല്ല, റിഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ്. പക്ഷേ നമ്മളിതിൽ ഗാമ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റി അവിടെ ഒരു പ്രത്യേക അളവ് അത് എല്ലാവർക്കും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇൻകം എക്സ്പെൻഡിച്ചർ ആ തരത്തിൽ ഈ സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളത്. ദെൻ സച്ച് ഇൻകം ഈസ് നോൺ എ സബ്സ്റ്റൻസ് ഇൻകം, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എക്സ്പെൻഡിച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ പർച്ചേസ് ഓഫ് സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റീസ് നോൺ എ സബ്സ്റ്റൻസ് എക്സ്പെൻഡിച്ചർ. ദെൻ ഇനി നമുക്ക് ഈ സബ്സ്റ്റൻസ് എക്സ്പെൻഡിച്ചറിന് ശേഷം, അതായത് സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ഇൻകം നമ്മൾ മറ്റ് കമ്മോഡിറ്റീസിന് വേണ്ടിയിട്ട് അലോക്കേറ്റ്. ദാറ്റ് ഈസ് നോൺ ആസ് സൂപ്പർ ന്യൂമറി എക്സ്പെൻഡിച്ചർ. സൂപ്പർ ന്യൂമറസി അല്ലെങ്കിൽ സൂപ്പർ ന്യൂമറി എക്സ്പെൻഡിച്ചർ എന്ന് പറയും. സോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു സബ്സ്റ്റൻസ് എക്സ്പെൻഡിച്ചർ പ്ലസ്
പ്ലസ് സൂപ്പർ ന്യൂമറി എക്സ്പെൻഡിച്ചർ. ഇതാണ് ഈ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം ഷോ ചെയ്യുന്നത് ദർ ഈസ് ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ എക്സ്പെൻഡിച്ചർ, ഇൻകം ആൻഡ് പ്രൈസ് ആണ്. ഈ ക്ലീൻ റോബിൻ ആൻഡ് സ്റ്റോൺ ക്യറി യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനാദ്യമായിട്ടൊരു മാത്തമാറ്റിക്കൽ എംപിരിക്കൽ എസ്റ്റിമേഷൻ നടത്തിയത്. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്ത ഈ ഒരു സ്റ്റോൺ ക്യറി യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതൊരു എൽ ഷേപ്ഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി കർവ് ആണെന്ന് പറയുന്നത്. ദാറ്റ് എൽ ഷേപ്പ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഈസ് പോസിബിൾ ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിൽ നമ്മൾ ഒരു എക്സാമ്പിൾ നമുക്ക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ചില കമ്മോഡിറ്റീസ് ഉണ്ടാവും. അതിന് പകരം നമുക്ക് വേറൊരു കമ്മോഡിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഫുഡിന് പകരം നമുക്ക് ക്ലോത്തിങ് ഉപയോഗിക്കാം, അങ്ങനെ പറ്റില്ല. ഇറ്റ്സ് വെരി എസെൻഷ്യലാണ്. സോ ഇവിടെ substitution between the commodities are not possible. That is why the utility function presented by plain Robin or stone carry is just like it represent a L-shaped utility function. So we can move on to further how we can mathematically derive this linear expenditure system. So demand or finally it is realized in the form of expenditure is derived from the utility maximization problem of the consumer. So here we take the Stone's utility function and we can represent Stone's utility function U is equal to beta 1 log Q1 minus gamma 1 plus beta 2 log Q2 minus gamma 2. This is the Stone's utility function. Then this function is restricted to two commodities only. For example, here we have Q1 is a group of commodity, especially for example food item in a group one. Q2 represent a group of commodity that is something related to clothing or something like that. Then in each and every group of first group Q1 we can say there is certain items are very substance. For example ഫുഡിൽ തന്നെ നമുക്ക് പറയാം വളരെ ജീവൻ നിലനിർത്തുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് നമുക്ക് അത്യാവശ്യമാണ്. ദെൻ നെക്സ്റ്റ് അതിനെ നമ്മൾ ഗാമ 1 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റിമൈനിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ Q1 മൈനസ് ഗാമ 1 ഈസ് ദ റിമൈനിങ് ക്വാണ്ടിറ്റി എന്നാണ്. ഫോർ എക്സാമ്പിൾ ഫുഡിൽ തന്നെ നമുക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് സബ്സ്റ്റൻസ് ലെവൽ കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ക്വാണ്ടിറ്റീസ് നമുക്ക് ഫുഡ് ഐറ്റം നമുക്ക് വീണ്ടും purchase ചെയ്യുന്നേ ഉള്ളൂ. Similarly in group 2 also we can find certain commodities are named as very essential. അതിനെ നമുക്ക് ഗാമ 2 എന്ന് എഴുതാം. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമുക്ക് വളരെ സബ്സ്റ്റൻസ് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. റിമൈനിങ് ആർ കോൾഡ് ആസ് സൂപ്പർ ന്യൂമറി ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്തു. സോ ഹിയർ U represent utility and beta 1 and beta 2 എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം അലോക്കേഷനാണ് ഇതിന് കൊടുക്കുന്നത്, അതായത് നമ്മുടെ പ്രയോറിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഏതാണ് നമ്മുടെ ഒരു പ്രയോറിറ്റി. ബീറ്റ 1 ബീറ്റ 2 എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ആസ് ദ പ്രൊപ്പോർഷൻ അലോക്കേറ്റഡ് ഫോർ ബോത്ത് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റി എന്ന് പറയും. The next this function is a linear function, first degree function ആണ് ഇവിടെ utility function എന്ന് പറയുന്നത്. Then next so beta 1 beta 2 both are greater than or equal to 0 ആണ്. ഇവിടെ Q1 അതുപോലെ Q2 gamma 1 gamma 2 എല്ലാം greater than or equal to 0 ആണ്. Then next we can move on to the budget constraint of the consumer. M equal to P1 Q1 plus P2 Q2 is the budget constraint of the consumer. Here M denotes income. P1 and P2 shows the price of the first group of commodity and
P2 price of the second group of commodity ആണ്. Q1 and Q2 are the two category of commodity. The next ഞാൻ already പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മളിവിടെ ഈ ഒരു ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്, അതായത് എക്സ്പെൻസ് ഓർ ഡിമാൻഡ് എവറിത്തിങ് ദാറ്റ് ഈസ് വി റിയലൈസ്ഡ് വെൻ ദി കൺസ്യൂമർ ട്രൈ ടു മാക്സിമൈസ് ഹിസ് യൂട്ടിലിറ്റി സബ്ജക്റ്റ് ടു ദ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ദിസ് ഈസ് ദ യൂട്ടിലിറ്റി ഫങ്ഷൻ ആൻഡ് ദിസ് ഈസ് ദ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ, എല്ലാം ലീനിയർ ഫങ്ഷനാണ്. നമുക്കിത് രണ്ടിനെയും നമുക്ക് കൺസ്ട്രെയിൻഡ് ഓപ്റ്റിമൈസേഷനിൽ നമുക്ക് ലാഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പൈൻ ചെയ്യാം. സോ നമുക്കത് കമ്പൈൻ ചെയ്യാണ്. സോ നമ്മൾ ആ കൺസ്ട്രെയിൻ ഓപ്റ്റിമൈസേഷൻ്റെ ലാഗ്രാഞ്ചിയൻ ഫങ്ഷൻ നമുക്ക് വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് z ഈസ് ഈക്വൽ ടു β1 log q1 മൈനസ് ഗാമ 1 പ്ലസ് β2 log q2 മൈനസ് ഗാമ 2. ഈ ഒരു പാർട്ട് വരുന്നത് നമുക്ക് യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറയാം. ദ നെക്സ്റ്റ് വി ഹാവ് ടു കമ്പൈൻ ഇറ്റ് വിത്ത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ബൈ യൂസിങ് ലാംഡ m മൈനസ് p1 q1 മൈനസ് p2 q2. അത്രയാണ് നമ്മുടെ കൺസ്ട്രെയിൻഡ് ഓപ്റ്റിമൈസേഷന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ബ്രോഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ യൂട്ടിലിറ്റിയും അതുപോലെ ബഡ്ജറ്റ് കൺസ്ട്രെയിനും കൂടെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ് ലാംഡ ഉപയോഗിച്ചുകൊണ്ട്. ദ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദി ഡിഫറെൻറ്റ് കണ്ടീഷൻ ഫോർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. ദ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് dz/dq1 ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്യണം. dz/dq2 ഈക്വൽ ടു 0. then next dz/d lambda equal to 0. These are the first order condition for utility maximization. So ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. വി നോ ദാറ്റ് സപ്പോസ് y ഈസ് ഈക്വൽ ടു ലോഗ് x ആണെങ്കിൽ dy/dx ഈസ് ഈക്വൽ ടു 1/x ആയിരിക്കും. Similarly here we have to differentiate the first part of the function with respect to qi ആണ്. സോ ബീറ്റ ഐ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. നമ്മളത് നോക്കും ബീറ്റ ഐ ഈസ് എ കോൺസ്റ്റൻറ്റ്. ലോഗ് ക്യു ഐ മൈനസ് ഗാമ ഐൻ്റെയാണ് ഡിഫറൻസിയേഷൻ കാണുന്നത്. ദെൻ ലോഗരിതം വരുമ്പോൾ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 1/, ആയിരിക്കും. അപ്പോൾ വി വിൽ റൈറ്റ് ഇറ്റ് ആസ് q1 മൈനസ് ഗാമ 1. സോ ബീറ്റ 1 ഇൻറ്റു 1/q1 മൈനസ് ഗാമ 1. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ദ നെക്സ്റ്റ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ ഒരു പാർട്ടുണ്ട് മൈനസ് p1 ആൻഡ് ലാംഡ മൈനസ് ലാംഡ p1 ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് differentiation. Similarly we can find the differentiation of q2. Then that's also just like beta 2. Then log q2 minus gamma 2, its differentiation is equal to q2 minus gamma 2. Then on the budget constraint part it is equal to lambda p2 equal to 0. Then we have to differentiate the third equation. Third equation is the budget constraint. So we write it as itself, that is m minus p1 q1 minus p2 q2, because here we are differentiating with respect to lambda and this whole bracket is a constant. So we write it as m minus p1 q1 minus p2 q2 is equal to 0. Then next we have to rearrange the first two equation as beta 1 q1 minus gamma 1 equal to lambda p1 and beta 2 divided by q2 minus gamma 2 equal to lambda p2. Then suppose this is equation 1 and this is equation 2, then we can divide equation 1 and 2. Then it's equal to, we can cross multiply it, that is beta 1 by
q1 minus gamma 1 whole divided by beta 2 divided by q2 minus gamma 2 equal to lambda p1 by lambda p2. Here lambda get cancelled. Then by cross multiplying this equation, beta 1 by q1 minus gamma 1 q2 minus gamma 2 divided by beta 2 equal to p1 by p2. Then this is equal to, we can write beta 1 and beta 2 as they are the coefficients, then into q2 minus gamma 2 divided by q1 minus gamma 1 equal to p1 by p2. Then next we have to solve this equation for q2. So q2 minus gamma 2 I retain as itself, then p1 by p2. Then here multiplied beta 1 beta 2 when reach on the other side it will become beta 2 by beta 1. Then divided by q1 minus gamma 1 will become q1 multiplied by beta. Then finally we can solve it for q2. q2 is equal to plus gamma 2, when it reaches on the other side it will become plus gamma 2 plus beta 2 by beta 1 p1 by p2 into q1 minus gamma 1. We can write this equation as equation is equal to A. Then we have to substitute this equation A into our budget constraint. Our budget constraint is equal to m minus p1 q1 minus p2 q2 equal to 0. We will substitute q2 into the budget constraint, that is m minus p1 q1 minus p2 into q2. Here q2 is equal to gamma 2 plus beta 2 beta 1 p1 by p2 q1 minus gamma 1 next m minus p1 q1 minus, we multiply p2 with gamma 2, it equal to p2 gamma 2. Then p2 into p2 get cancelled for the second equation. Again it become minus of beta 2 beta 1 p1. Actually this p2 get cancelled, this p2 and this p2 get cancelled, so only beta 2 by beta 1 p1 into q1 minus gamma 1 will remain in that equation, and this whole equation is equal to 0. Now we are going to expand this bracket q1 minus gamma 1 m minus p1 q1 minus p2 gamma 2 minus beta 2 b1 into p1 q1. The next minus it will become plus beta 2 beta 1 p1 gamma 1 equal to 0. Now we can rearrange this equation as m minus p2 gamma 2. Then here p1 q1 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്, so we will write as minus p1 q1 minus beta 2 beta 1
P1 Q1 plus നമുക്ക് there is an assumption that is beta 1 plus beta 2 is equal to 1 എന്നുള്ളൊരു assumption ഇവിടെ assume ചെയ്യാണ്. beta 1 plus beta 2 equal to 1. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ beta 2 പകരം നമുക്ക് 1 minus beta 1 എഴുതാം. here beta 2 is equal to 1 minus beta 1. 1 minus beta 1 divided by beta 1 into P1 comma 1 equal to 0. Then m minus P2 comma 2. ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ രണ്ട് പ്രാവശ്യമായിട്ട് P1 Q1 ഉണ്ട്. സോ വി ടേക്ക് മൈനസ് P1 Q1 ഔട്ട് സൈഡ് എടുത്താൽ that is equal to 1 plus beta 2 divided by beta 1. then ഇവിടെ നമ്മൾ ഒരു എക്സ്പാൻഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിനെ നമുക്ക് ഈ ഒരു റേഷ്യോ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. പ്ലസ് റേഷ്യോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാവുകയാണ്. അതായത് 1 divided by beta 1 into P1 comma 1 that is equal to P1 comma 1 divided by beta 1 then minus P1 comma 1 equal to 0. then again we are rearranging m minus P1 comma 1 ഇത് ഈ ഒരു P1 comma 1 ആണ് minus P2 gamma 2 then minus P1 Q1. ഈ ഒരു ബ്രാക്കറ്റിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നു ബൈ ടേക്കിംഗ് LCM. നമ്മളിവിടെ beta 1 LCM എടുത്താൽ beta 1 plus beta 2 എന്ന് ന്യൂമറേറ്ററിൽ വരും. then beta 1 plus beta 2 equal to 1 എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ that is equal to 1 by beta 1 വരും. so it's equal to beta 1 എന്ന് വരും. 1 by beta 1 വരും. P1 Q1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 by beta 1. then next പ്ലസ് P1 gamma 1 divided by beta 1 equal to 0 എന്ന് വരും. നെക്സ്റ്റ് നമ്മൾ ഈ ഇക്വേഷനിൽ മൈനസ് P1 Q1 beta 1 എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ മാത്രം ഇക്വേഷൻ്റെ അത് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ that is P1 Q1 divided by beta 1 equal to m minus P1 gamma 1 minus P2 gamma 2 plus P1 gamma 1 divided by beta എന്ന് വരും ഇക്വേഷൻ. നെക്സ്റ്റ് നമ്മൾ ഇക്വേഷനിൽ divided by beta 1 by taking on the other side P1 Q1 equal to beta 1 into m minus P1 gamma 1 minus P2 gamma 2 plus beta here divided by beta equation divided will become multiplied by beta 1. so beta 1 get cancelled and here remaining P1 gamma 1 ഉള്ള രീതിയിൽ ഇക്വേഷൻ മാറുന്നതായിരിക്കും. സോ നമുക്കിതിനൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ P1 Q1 ഈക്വൽ ടു P1 gamma 1 plus beta 1 into m minus P1 gamma 1 minus P2 gamma 2. and this is the linear expenditure equation. ഇതിൽ അത് ith കമ്മോഡിറ്റിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ we can write it as Pi Qi is equal to Pi gamma I plus beta I then m minus sigma, we can write it as sigma as Pi gamma I. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ സാധാരണ
general form of the linear expenditure system എന്ന് പറയുന്നത്. Then the first part, this shows the total expenditure incurred on the ith commodity. ith commodity തന്നെ first allocation goes for the substance expenditure. Then this part shows the supernumerary expenditure. Similarly, we can also derive the linear expenditure equation of the second commodity also. That is derived from this equation. Let us say we can solve it for the first commodity, that is Q1 equal to, we take P1 on the other side, then it is equal to gamma 1, because P1 get cancelled, plus beta 1 by P1 into m minus P1 gamma 1 minus P2 gamma 2. This equation we can write it as equation B, and this equation B is substituted in equation A, that is equation A is equal to Q2 equal to gamma 2 plus beta 2 beta 1 P1 by P2 into Q1 minus gamma 1 is the equation number A. This is the equation number A. So we have to substitute equation B into equation A. So we will get Q2 equal to gamma 2 plus beta 2 by beta 1 P2 by, so it's P1 by, oh, I have to find out the eraser, so it's taking time. P1 by P2 Q1, here Q1 is equal to gamma 1 plus beta 1 by P1 m minus P1 gamma 1 minus P2 gamma 2 minus gamma 1. So here gamma 1 get cancelled. Q2 is equal to gamma 2 plus beta 1 get cancelled. Similarly P1 and P1 also get cancelled. So beta 2 divided by P2 into m minus P1 gamma 1 minus P2 gamma 2. So this is the equation C. So we can find that equation B and C shows the optimal quantities. That is, this is the quantity purchased of the first group of commodity, and this is the quantity purchased of the second group of commodity. So in order to find the total expenditure incurred on both group of commodity, we can multiply equation B with P1 and C with P2. So equation B will become P1 Q1 is equal to P1 gamma 1 plus beta 1 m minus P1 gamma 1 minus P2 gamma 2, and multiplying equation C with P2, we will get P2 Q2 is equal to P2 gamma 2 plus beta 2 into m minus P1 gamma 1 minus P2 gamma 2.
ഇത് ഞാൻ ആൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ തന്നെ ആൾറെഡി അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ തന്നെ അത് ജനറലൈസ് ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റിയുടെ ഇതും അതുപോലെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റിയുടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ദ ജനറലൈസ്ഡ് ഫോം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ജനറലൈസ്ഡ് ഫോം എന്ന് പറയുന്നത്. അതായത് ith കമ്മോഡിറ്റിക്ക് നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ith കമ്മോഡിറ്റിയുടെ PI/QI is equal to PI gamma I plus beta I into M minus സിഗ്മ. ഈ സിഗ്മ എഴുതുന്നതിന് എത്ര കമ്മോഡിറ്റി ഉണ്ടോ അത്രയും കമ്മോഡിറ്റിയുടെ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു സം ടോട്ടലായിരിക്കും സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റിയുടെ PI ഗാമ I എന്നുള്ള രീതി നമുക്ക് പറയാം. അപ്പോൾ ദിസ് ഈസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദ ith കമ്മോഡിറ്റി. ഇതിൽ ഫസ്റ്റ് അലൊക്കേഷൻ പോകുന്നത് സബ്സ്റ്റൻസ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. പിന്നെ പോകുന്നത് M മൈനസ്, അതായത് M കാണിക്കുന്നത് ടോട്ടൽ ഇൻകമാണ്. ടോട്ടൽ ഇൻകത്തിൽ സബ്സ്റ്റൻസ് എക്സ്പെൻഡിച്ചർ കഴിഞ്ഞിട്ടുള്ള, അതായത് ഇത് കാണിക്കുന്നത് ടോട്ടൽ ഇൻകത്തിൽ സബ്സ്റ്റൻസ് എക്സ്പെൻഡിച്ചർ കഴിഞ്ഞിട്ടുള്ള ഇൻകം ആണ് ശരിക്കും മറ്റ് കമ്മോഡിറ്റിയുടെ അലോക്കേഷന് വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ഒരു സൂപ്പർ ന്യൂമറി എക്സ്പെൻഡിച്ചറായിട്ട് പറയാം. ഇതാണ് നമ്മുടെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.